അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു ഫ്ലവർ കം മിററാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടാലോ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കളർ പേപ്പർ ആയാലും എടുക്കാം കേട്ടോ. പിന്നെ ഞാനൊരു അടപ്പെടുത്തിട്ടുണ്ട്. ഒരു സ്പ്രേ കുപ്പിയുടെ അടപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ഗ്ലൂ. അപ്പോൾ നമുക്ക് ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് കണ്ടാലോ. അതിനായിട്ട് ഞാനിവിടെ A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു വട്ടമൊന്നുമല്ല നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ 4 വട്ടം വേണം ഇത് ഫോൾഡ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ 4 വട്ടവും നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 വട്ടവും ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഒരു അടപ്പാണ്. ഒരു അടപ്പ് കൊണ്ട് നമുക്കൊരു സർക്കിള് വരയ്ക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ അടപ്പെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു അടപ്പിന് കുറച്ച് നീളം വേണം കേട്ടോ. തീരെ നീളമില്ലാത്ത അടപ്പ് എടുക്കാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ ഒരു കാര്യം നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കാം. ഇനി ഇത് നമുക്കൊന്ന് വെട്ടിയെടുക്കണം. അപ്പോൾ വെട്ടിയെടുക്കുമ്പോൾ ഇതേപോലെ കുറേ സർക്കിൾസ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച ഒരു അടപ്പുണ്ടല്ലോ, ഒരു അടപ്പിലേക്ക് ഈ ഒരു പേപ്പർ ഒട്ടിച്ചു കൊടുക്കണം. അതെങ്ങനെ ഒട്ടിക്കാമെന്ന് വെച്ചാൽ ഒരു ഹാഫ് ഉള്ളിലേക്കും നെക്സ്റ്റ് ഹാഫ് പുറത്തേക്കും വരുന്ന രീതിയിൽ നമ്മൾ ആദ്യം ഇതൊന്ന് മടക്കി കൊടുക്കുക കേട്ടോ. മടക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ഹാഫ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് പേപ്പർ എടുത്തിട്ട് അതേപോലെ തന്നെ ഹാഫായി മടക്കി ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു റൗണ്ട് ഫുള്ള് ഹാഫായിട്ടാണ് മടക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വെറും ഒരു ഫ്ലവറായിട്ട് വേണമെങ്കിൽ നെക്സ്റ്റ് റൗണ്ട് നിങ്ങൾ ഉള്ളിലേക്ക് കയറ്റി വേണം ഒട്ടിക്കാനായിട്ട്. ഉള്ളിലേക്ക് കയറ്റി ഒട്ടിക്കാം. പക്ഷെ നിങ്ങൾ ഒരു മിറർ കം ഫ്ലവറാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പുറത്തേക്ക് വേണം കയറ്റാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പേപ്പർ ഫുള്ള് തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് കുറച്ചും കൂടി തിക്കറായിട്ട് വേണം. അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് പേപ്പർ ഒരു A4 ഷീറ്റും കൂടിയും എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേപോലെ തന്നെ സർക്കിൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അടപ്പ് പുറത്തേക്ക് എടുക്കണം. അതെങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മേളിലേക്ക് പുള്ള് ചെയ്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് ഊരി കിട്ടും. അപ്പോൾ നല്ലൊരു ഫ്ലവർ ഇവിടെ റെഡി ആവുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വെറും ഒരു ഫ്ലവറാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ഉള്ളിലേക്ക് കയറ്റിയാൽ ഒരു നടുഭാഗത്ത് ഒരു മുട്ട് പോലെയും ബാക്കി പെറ്റൽസ് പോലെയും നിങ്ങൾക്ക് തോന്നും. ഇത് മിറർ കം ഫ്ലവർ ആയതുകൊണ്ടാണ് ഒരു ഓട്ട കേട്ടോ. ഇനി ഞാനൊരു അടപ്പെടുത്തിട്ടുണ്ട്. ഒരു അടപ്പിലാണ് മിറർ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു അടപ്പ് നമുക്ക് തുറന്നെടുത്താൽ ഇതേപോലെ മിറർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മിററാണ് നമ്മൾ ഫ്ലവറിലേക്ക് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. ഒട്ടിച്ചെടുത്താൽ ഒരു ഫ്ലവറിലുള്ള നടുവിലത്തെ ഓട്ടയിൽ നമുക്ക് ഒരു മിറർ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒട്ടിക്കുന്നത് ഗ്ലൂ ഗൺ കൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഫെവിക്കോൾ കൊണ്ട് ഒട്ടിക്കാം. പക്ഷേ ഫെവിക്കോള് ഒട്ടിക്കാൻ കുറച്ച് പാടാണ്. ഒട്ടിക്കാൻ പാടല്ല, ഒട്ടിക്കിട്ടാനാണ് പാട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഫെവി ബോണ്ട് ഉപയോഗിക്കാം, ഫ്ലെക്സ് ക്യൂക്ക് ഉപയോഗിക്കാം, ഇതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗൺ കൊണ്ട് ആണ് ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്ലവർ ഗ്ലൂ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു മിററിന് അത് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടോ, ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു മിററും. നല്ല യൂസാണ്. നമുക്ക് ഫ്ലവറായിട്ടും യൂസ് ചെയ്യാം, മിററായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, മിററൊക്കെ കാണുന്നുണ്ട്, എൻ്റെ വിരലൊക്കെ കാണുന്നില്ലേ നിങ്ങൾക്ക്. അപ്പം ഇതാണ് നമ്മളുടെ ഫ്ലവർ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഫ്ലവറാണ്. നിങ്ങളെന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
അപ്പോൾ ഇത്രയുള്ള നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിലൂടെ അറിയിക്കുക. ബൈ ബൈ.